റോബർട്ട് ജോർദാന്റെ വിഖ്യാതമായ ഫാന്റസി ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദി ഐ ഓഫ് ദി വേൾഡ് എന്ന ആ വലിയ പുസ്തകത്തിന്റെ ഉള്ളറകളിലേക്കാണ് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. സത്യം പറയാമല്ലോ, ഇതൊരു വെറും കഥയല്ല കേട്ടോ. ലോകത്തിന്റെ മുഴുവൻ ഗതിയെയും മാറ്റിയെഴുതുന്ന ശരിക്കുമൊരു ബ്രഹ്മാണ്ഡ സൃഷ്ടിയാണിത്. നമുക്ക് നേരെ ആ ലോകത്തേക്ക് കടക്കാം. കാലത്തിന്റെ ചക്രം തിരിയുന്നു, യുഗങ്ങൾ വന്നും പോയുമിരിക്കുന്നു. വല്ലാത്തൊരു ഡയലോഗാണല്ലേ ഇത്. ഈ ഒറ്റ വരിയിലുണ്ട് ഈ ഇതിഹാസത്തിന്റെ മുഴുവൻ ക്യാൻവാസും. സമയം എന്നൊന്ന് ഇവിടെ ഒരു നേർരേഖയിലല്ല സഞ്ചരിക്കുന്നത്, അതൊരു വലിയ ചക്രമാണ്. കഴിഞ്ഞുപോയതെല്ലാം വീണ്ടും വരും, വരാനിരിക്കുന്നതെല്ലാം ഇതിനു മുമ്പും സംഭവിച്ചിട്ടുള്ളതാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം തോന്നുന്നില്ലേ? ശരി, നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങാം. സ്വന്തം വാൽ വിഴുങ്ങുന്ന ഒരു വലിയ സർപ്പം, പിന്നെ അതിനോട് ചേർന്നുള്ള ഒരു കാലചക്രം, പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കുന്നുവെന്നും യുഗങ്ങൾ എങ്ങനെ ആവർത്തിക്കുന്നുവെന്നും കാണിക്കുന്ന ഒരു അടിപൊളി കൺസെപ്റ്റാണിത്. ഈ ചക്രമാണ് ലോകത്തിന്റെ മുഴുവൻ പാറ്റേണും നെയ്യുന്നത്. അതായത് അവിടെയുള്ള ഓരോരുത്തരുടെയും ജീവിതം ആ പാറ്റേണിലെ ചെറിയ നൂലുകൾ മാത്രമാണ്. നമ്മളൊക്കെ അതിലെ വെറും കരുക്കൾ മാത്രം. ഒന്നാം ഭാഗം, ചക്രവും ലോകനാശവും. ഈ ലോകത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് ഇതിഹാസങ്ങളുടെ യുഗമാണ്. അവിടെ ലൂസ്തെറിൻ കിൻസ്ലെയർ എന്നറിയപ്പെടുന്ന ദ ഡ്രാഗണും ഇരുട്ടിന്റെ ശക്തിയായ ദ ഷാഡോയും തമ്മിൽ വലിയൊരു യുദ്ധം നടന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്നോ, ആ യുദ്ധത്തിനൊടുവിൽ ഡ്രാഗണിനും മറ്റു പുരുഷന്മാർക്കും ഭ്രാന്തു പിടിച്ചു. അതവസാനിച്ചത് ലോകനാശത്തിൽ, അഥവാ ബ്രേക്കിംഗ് ഓഫ് ദി വേൾഡിലാണ്. ഭൂഖണ്ഡങ്ങൾ പിളർന്നു, സമുദ്രങ്ങൾ വരെ മാറിമറിഞ്ഞു. ആ വൻ നാശത്തിനു ശേഷം ഉയർന്നുവന്ന ലോകമാണ് നമ്മളിപ്പോൾ കാണുന്ന മൂന്നാം യുഗം. രണ്ടാം ഭാഗം, ടു റിവേഴ്സിനു മീതെയുള്ള നിഴലുകൾ. ഇനി നമുക്കൊന്ന് സൂമിൻ ചെയ്തു നോക്കാം. ഒരു വശത്ത് റാൻഡ്, മാറ്റ്, പെരിൻ എന്നീ 3 സാധാരണ ഗ്രാമീണരായ ചെറുപ്പക്കാർ. അവർക്കാകെ അറിയാവുന്നത് കൃഷിയും ആടുകളെ മേക്കലും മാത്രമാണ്. എന്നാൽ മറുവശത്തോ ലോകത്തെ മുഴുവൻ വിഴുങ്ങാൻ കാത്തുനിൽക്കുന്ന സാക്ഷാൽ ഡാർക്ക് വാൺ, പിന്നെ ബാൽസാമോൺ എന്ന ഭീകരരൂപിയും. ഈ ഇരുണ്ട ശക്തികൾ ഈ 3 ഗ്രാമീണരെ അവരുടെ സ്വപ്നങ്ങളിലൂടെ വേട്ടയാടാൻ തുടങ്ങുകയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, തികച്ചും സാധാരണക്കാരായ ഈ പിള്ളേരെ എന്തിനായിരിക്കും പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദുഷ്ടശക്തി ഭയക്കുന്നത്? അതിലെന്തോ വലിയൊരു രഹസ്യമുണ്ട്, അല്ലേ? ആ രഹസ്യം എന്താണെന്നറിയുന്നതിന് മുൻപ് അവരുടെ ഗ്രാമത്തിലേക്ക് വരുന്നൊരു ഭീകരനെ ഞാൻ പരിചയപ്പെടുത്താം. മിർഡ്രാൽ, അല്ലെങ്കിൽ ഫെയ്ഡ്. കണ്ണുകളില്ലാത്ത, എന്നാൽ നമ്മെ തുളച്ചു കയറുന്ന നോട്ടമുള്ളൊരു ഭീകരജീവി. ഒരു കറുത്ത കുതിരപ്പുറത്താണ് ഇവന്റെ വരവ്. എത്ര വലിയ കാറ്റടിച്ചാലും ഇവന്റെ ആ കറുത്ത കുപ്പായം ഒട്ടും ഇളകില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭീകരത ഊഹിക്കാമല്ലോ. ട്രോളോക്കുകൾ എന്ന രാക്ഷസന്മാരോടൊപ്പം ഈ ഫെയ്ഡ് കൂടി ഗ്രാമം ആക്രമിക്കുന്നതോടെ ആ ചെറുപ്പക്കാരുടെ സമാധാനപരമായ ജീവിതം എന്നേക്കുമായി തീരുകയാണ്. മൂന്നാം ഭാഗം, മഹത്തായ പാറ്റേൺ നെയ്യുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആക്രമണത്തിൽ നിന്ന് ആൺകുട്ടികളെ രക്ഷിക്കാൻ ഭാഗ്യത്തിന് അവിടെ ഈ സെഡായ് എന്ന മാന്ത്രിക ശക്തിയുള്ള മുറേനും അവരുടെ അംഗരക്ഷകനായ ലാനും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇരുട്ടിന്റെ ശക്തികൾ ഈ കുട്ടികളെ മാത്രം അന്വേഷിക്കുന്നത്? അതിനുള്ള ഉത്തരം ഒറ്റവാക്കിൽ പറയാം: അവർ താവറനാണ്. പ്രപഞ്ചത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന കേന്ദ്രബിന്ദുക്കൾ. അതായത് കാലചക്രം നീയുന്ന പാറ്റേൺ ഈ കുട്ടികൾക്ക് ചുറ്റും വളയാൻ അക്ഷരാർത്ഥത്തിൽ നിർബന്ധിതമാവുകയാണ്. ലോകത്തിന്റെ ഭാവി മുഴുവൻ ഇവരുടെ കൈകളിലാണ്. വെസ്റ്റ്ലാൻഡ്സ് എന്ന ഈ വിശാലമായ ഭൂഖണ്ഡത്തിലൂടെ അവർ നടത്തുന്ന പലായനം ശരിക്കും അവിശ്വസനീയമാണ്. തങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് മൊയ്റേന്റെയും ലാനിന്റെയും കൂടെ റാൻഡും കൂട്ടുകാരും നടത്തുന്ന ഒരു ജീവൻ മരണയാത്ര. ബെർലോൺ, ക്യാംലിൻ തുടങ്ങിയ വമ്പൻ നഗരങ്ങളിലൂടെയും ഇരുണ്ട വനങ്ങളിലൂടെയുമുള്ള ആ യാത്ര പുറത്തെ ലോകം എത്രത്തോളം വലുതും അപകടം പിടിച്ചതുമാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നാലാം ഭാഗം, ദി ഐയിലേക്കുള്ള യാത്ര. ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. യാത്ര മുന്നോട്ടു പോകുന്തോറും അപകടത്തിന്റെ വ്യാപ്തി കൂടുകയാണ്. ഡാർക്ക് വൺ ലക്ഷ്യമിടുന്നത് വെറും 3 ചെറുപ്പക്കാരെയല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ തന്നെ നിലനിൽപ്പിനാധാരമായ മറ്റെന്തിനെയോ ആണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവരുടെ ലക്ഷ്യമിതാണ്: ദി ഐ ഓഫ് ദി വേൾഡ്. പുരാണങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള ഗ്രീൻ മാൻ എന്ന അത്ഭുതജീവി കാവൽ നിൽക്കുന്ന അതിശക്തമായ ഒരു രഹസ്യക്കുളം. ഇരുട്ടിന്റെ ശക്തികൾ അവിടെ എത്തുന്നതിനു മുൻപ് മൊറൈനും സംഘത്തിനും വടക്കോട്ട് അതിഭയാനകമായ ബ്ലൈറ്റ് എന്ന പ്രദേശത്തുകൂടെ അവിടെ എത്തണം. അതൊരു വെറും യാത്രയല്ല കേട്ടോ, ലോകത്തിന്റെ അവസാനത്തെ പ്രതീക്ഷയാണ്. ഇത് വളരെ വ്യക്തമായി കാണിക്കുന്നത് എന്താണെന്നാൽ ആ കുളം വെറുമൊരു ഊർജ്ജസ്രോതസ്സ് മാത്രമായിരുന്നില്ല എന്നതാണ്. കാരണം അതിനുള്ളിൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള 3 അതിശയകരമായ വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മരിച്ച വീരന്മാരെ യുദ്ധത്തിനായി തിരികെ വിളിക്കാൻ കഴിയുന്ന ദി ഹോൺ ഓഫ് വാലിയർ, പുരാതന ഡ്രാഗണായ ലൂസ്തറിന്റെ ചിഹ്നമായ സാക്ഷാൽ ഡ്രാഗൺ ബാനർ, പിന്നെ കൂട്ടത്തിൽ ഏറ്റവും ഭയാനകമായത് ഡാർക്ക് വണ്ണിനെ തടവിലാക്കിയിരുന്ന ജയിലിന്റെ തകർന്നൊരു സീൽ. ഡാർക്ക് വൺ സ്വതന്ത്രനാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയായിരുന്നു അത്. അഞ്ചാം ഭാഗം,
ഡ്രാഗൺ പുനർജനിക്കുന്നു. ഈ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുമ്പോൾ കഥ ശരിക്കും അതിൻ്റെ ഒരു പീക്ക് പോയിന്റിലേക്ക് എത്തുകയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ലോകനാശത്തിൻ്റെ ചരിത്രവും ഈ പാവം ഗ്രാമീണരായ ചെറുപ്പക്കാരും തമ്മിലുള്ള ബന്ധം അവിടെ ചുരുളഴിയുന്നു. പ്രവചനങ്ങൾ നിറവേറ്റപ്പെടും, ഡ്രാഗൺ പുനർജനിച്ചിരിക്കുന്നു. മൊറെയ്ൻ ശരിക്കും ഞെട്ടലോടെയാണ് ആ സത്യം തിരിച്ചറിയുന്നത്. താൻ ഗ്രാമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ആ സാധാരണ ചെറുപ്പക്കാരിൽ ഒരാൾ ലോകത്തെ രക്ഷിക്കുകയും പിന്നീട് ഭ്രാന്ത് പിടിച്ച് ലോകം നശിപ്പിക്കുകയും ചെയ്ത സാക്ഷാൽ ല്യൂസ്തറിൻ കിൻസ്ലെയറുടെ പുനർജന്മമാണ്. അതെ, പുതിയ ഡ്രാഗൺ ജനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ടോർ ഫാന്റസി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന് ലഭിച്ച വമ്പിച്ച നിരൂപക പ്രശംസയാണ്. അതൊരിക്കലും വെറുതെയല്ല. വെറുമൊരു മാന്ത്രിക കഥ എന്നതിലുപരി മനുഷ്യരുടെ ഭയങ്ങളെയും ആഗ്രഹങ്ങളെയും നന്മയും തിന്മയും തമ്മിലുള്ള വലിയ സംഘർഷങ്ങളെയും വളരെ ആഴത്തിൽ അവതരിപ്പിച്ച ഒരു വലിയ ഇതിഹാസമായാണ് നിരൂപകരതിനെ കാണുന്നത്. വിസ്മയകരമായ ലോകനിർമ്മിതിക്കൊപ്പം തന്നെ അതിശക്തമായ മാനുഷിക വികാരങ്ങളും ഈ സൃഷ്ടിയെ ശരിക്കും വേറിട്ട് നിർത്തുന്നുണ്ട്. അപ്പോൾ പുതിയ ഡ്രാഗൺ ലോകത്തെ രക്ഷിക്കാൻ വന്നവനാണ്. പക്ഷേ ചരിത്രം ആവർത്തിക്കുമെന്നും അവൻ വീണ്ടും ഈ ലോകത്തെ തകർക്കുമെന്നും പ്രവചനങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വരും കാലങ്ങളിൽ അവൻ തന്റെ ഈ അപാരമായ ശക്തി പൂർണ്ണമായും ഏറ്റെടുക്കുമ്പോൾ ഈ ലോകത്തിന് ശരിക്കും എന്തു സംഭവിക്കും? ആ ഉത്തരം ലഭിക്കാൻ കാലത്തിന്റെ ചക്രം വീണ്ടും തിരിയേണ്ടിയിരിക്കുന്നു. ഈ അതിഗംഭീരമായ ലോകത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും ഈ ഇതിഹാസം മുഴുവനായി വായിച്ചറിയാനും ഈ ചോദ്യം നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.